സ്നേഹം നിറഞ്ഞ സദസ്സിന് നമസ്കാരം. ഒരു നാടിനെ അറിവിൻ്റെ ശോഭയിലേക്ക് കൈപിടിച്ചുയർത്തിയ കലാക്ഷേത്രം, അനേകായിരങ്ങൾക്ക് അക്ഷരവെളിച്ചം പകർന്ന് അഭിമാനകരമായി ജൈത്രയാത്ര തുടരുന്ന പുന്നാട് LP സ്കൂൾ 115 വർഷം പൂർത്തിയാക്കുകയാണ്. ഒരു നൂറ്റാണ്ടിൻ്റെ പ്രവർത്തന പാരമ്പര്യവുമായി കർമ്മനിരതവും സാർത്ഥകവുമായ ഒരു അധ്യയന വർഷം കൂടി പിന്നിടുമ്പോൾ നമുക്ക് അഭിമാനിക്കാൻ ഏറെയുണ്ട്. 2-2.5 കിലോമീറ്റർ പരിധിക്കുള്ളിൽ എയ്ഡഡും അൺഎയ്ഡഡുമായി 10ഓളം സ്കൂളുകൾ ഉണ്ടായിട്ടും ഇന്നും എക്കണോമിക്കായി നമുക്ക് നിലനിൽക്കാൻ സാധിക്കുന്നത് തന്നെ മികച്ച ഒരു നേട്ടമായി കരുതുന്നു. 1911 കൊല്ലറോൻ രാമൻ ഗുരുക്കളാൽ സ്ഥാപിതമായതാണ് നമ്മുടെ സ്കൂൾ. പുന്നാട് നരയംവയൽ എന്ന സ്ഥലത്ത് പ്രവർത്തനം ആരംഭിച്ച സ്കൂൾ പിന്നീട് അഗ്നിക്കിരയായി. ശേഷം താൽക്കാലികമായി കാരായി കുഞ്ഞിരാമൻ എന്നവരുടെ കടയുടെ മുകളിൽ പ്രവർത്തിച്ചു. 3 വർഷത്തിനു ശേഷം മണിയങ്ങാടത്ത് കണ്ണൻ നമ്പ്യാരുടെ മകൻ കോറോത്ത് കണ്ണൻ നമ്പ്യാർ, ശ്രീ കേശവൻ മാസ്റ്ററുടെ അച്ഛൻ, ഇന്ന് കാണുന്ന സ്ഥലം വാങ്ങി സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചു. മാനേജറായിരുന്ന കണ്ണൻ മാസ്റ്റർ തന്നെയായിരുന്നു ആദ്യത്തെ പ്രധാനാധ്യാപകൻ. ശേഷം അദ്ദേഹത്തിൻ്റെ അനുജൻ ശ്രീ K. അച്യുതൻ മാസ്റ്റർ പ്രധാനാധ്യാപകനായി. കണ്ണൻ മാസ്റ്ററുടെ മരണശേഷം മകൻ ശ്രീ C. കേശവൻ മാസ്റ്റർ മാനേജർ സ്ഥാനം ഏറ്റെടുത്തു. ഇപ്പോൾ നമ്മുടെ വിദ്യാലയത്തിൻ്റെ മാനേജർ ചുമതല നിർവഹിച്ചു വരുന്നത് ശ്രീമതി K. ശാരദ ടീച്ചറാണ്. ഈ അവസരത്തിൽ ഈ വിദ്യാലയത്തിൻ്റെ സ്വപ്നങ്ങൾക്ക് ഊടും പാവും നെയ്യാൻ ശ്രമിച്ച ഏവരെയും നന്ദിയോടെ സ്മരിക്കട്ടെ. പുതിയ അധ്യയന വർഷത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് 2025 ജൂൺ 2 നമ്മുടെ PTA പ്രസിഡന്റ് ശ്രീ K. സജീഷിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന പ്രവേശനോത്സവം വാർഡ് കൗൺസിലർ ശ്രീമതി ശ്രീജ TV ഉദ്ഘാടനം ചെയ്തു. പുത്തൻ പ്രതീക്ഷകളുമായി സ്കൂളിലെത്തിയ നവാഗതരെ മധുര പലഹാരങ്ങളും സമ്മാനങ്ങളും നൽകി സ്വീകരിച്ചു. കുട്ടികൾക്ക് പഠനോപകരണ കിറ്റും നൽകി. മാനേജ്മെൻറ്റിൻ്റെ ഉപഹാരമായി സ്കൂൾ യൂണിഫോം, ബാഗ് എന്നിവയും നൽകുകയുണ്ടായി. തദവസരത്തിൽ 2024-25 വർഷം LSS വിജയികളായ ശ്രിതാവി, അനുസ്മയ K, ആര്യ K എന്നീ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. മാനേജ്മെൻറ്റ് പ്രതിനിധി ശ്രീമതി റീന K LSS വിജയികൾക്ക് വർഷം തോറും നൽകി വരുന്ന ക്യാഷ് അവാർഡും സമ്മാനിച്ചു. കൂടാതെ ക്ലാസ് ടീച്ചർ റാഷിദ ടീച്ചർ വക മൊമെൻറ്റോയും നൽകി. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. തുടർന്ന് കുട്ടികളുടെ ഹൃദയങ്ങളിൽ ആനന്ദ താളം നിറച്ചുകൊണ്ട് നവനീത് പ്രകാശിൻ്റെ മധുരമായ പുല്ലാങ്കുഴൽ നാദം വേദിയെ സംഗീതമയമാക്കി. പ്രകൃതി സംരക്ഷണ സന്ദേശം നൽകിക്കൊണ്ട് ജൂൺ 5 പരിസ്ഥിതി ദിനം വാർഡ് കൗൺസിലർ ശ്രീമതി ശ്രീജ TV ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ശ്രീ സജീഷ് അധ്യക്ഷത വഹിച്ചു. തുടർന്ന് പരിസ്ഥിതി ദിന പ്രതിജ്ഞ, പോസ്റ്റർ രചന, ക്വിസ് മത്സരം എന്നിവയും നടന്നു. 4ാം ക്ലാസ്സിലെ ഫാത്തിമ ഷിഫ സ്കൂളിന് വൃക്ഷത്തൈ സമ്മാനിച്ചു. അഭിനന്ദനങ്ങൾ. ജൂൺ 19 വായനയുടെ മഹത്വം കുട്ടികളിൽ പരിപോഷിപ്പിക്കുന്നതിനായി PN പണിക്കർ അനുസ്മരണം നടന്നു. ഡോക്യുമെൻ്ററി പ്രദർശനം, ക്വിസ് മത്സരം, പ്രസംഗ മത്സരം എന്നിവയും നടത്തുകയുണ്ടായി. അന്നേ ദിവസം LSS പ്രതിഭകളായ ശ്രിതാവി, അനുസ്മയ K, ആര്യ K എന്നിവർക്ക് ഇരിട്ടി നഗരസഭയുടെ വക ആദരവ് നൽകുകയുണ്ടായി. ജൂൺ 25 ലോക ലഹരിവിരുദ്ധ ദിനവുമായി ബന്ധപ്പെട്ട് ലഹരി വസ്തുക്കളുടെ ദോഷഫലങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടന്നു. ലഹരിവിരുദ്ധ ബോർഡുകൾ സ്ഥാപിക്കുകയും ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലുകയും ചെയ്തു. ജൂൺ 30 പേവിഷബാധയുമായി ബന്ധപ്പെട്ട് ഹെൽത്ത് സെൻ്ററിലെ നഴ്സായ ശ്രീമതി M. ശ്രീകല കുട്ടികൾക്ക് റാബീസ് ബോധവൽക്കരണ ക്ലാസ് നൽകി.
ജൂലൈ 4 ചേർന്ന ആദ്യത്തെ PTA ജനറൽ ബോഡി യോഗത്തിൽ 15-അംഗ PTA എക്സിക്യൂട്ടീവ് കമ്മിറ്റി ശ്രീ കെ സജീഷിനെ തുടർന്നും PTA പ്രസിഡന്റായും ശ്രീമതി PV ഷീനയെ മദർ PTA പ്രസിഡന്റായും തെരഞ്ഞെടുത്തു. പ്രസ്തുത യോഗത്തിൽ കഴിഞ്ഞ വർഷം മുതൽ കീഴല്ലൂരിലെ വരക്കൊത്ത് മുരളീധരൻ്റെ വകയായി നടപ്പിലാക്കിയ പഠനത്തിനൊരു കൈത്താങ്ങ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് സ്കൂളിലെ ഏറ്റവും അർഹരായ 5 കുട്ടികൾക്ക് ധനസഹായം നൽകി. ജൂലൈ 7 വ്യത്യസ്തമാർന്ന സാഹിത്യ സൃഷ്ടികളുടെ പേരിൽ പ്രശസ്തനായ വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണവും വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനവും സാക്ഷരതാ മിഷൻ ജില്ലാ അസിസ്റ്റന്റ് കോർഡിനേറ്റർ ശ്രീ ശ്രീജൻ TV നിർവഹിച്ചു. ക്വിസ് മത്സരവും സംഘടിപ്പിച്ചു. വേദിയിൽ അലിഫ് ടാലന്റ് ടെസ്റ്റ് വിജയികൾക്ക് സമ്മാനം വിതരണം ചെയ്തു. ജൂലൈ 21 ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് ചാന്ദ്രദിന കവിതാലാപനം, ക്വിസ് മത്സരം, ബഹിരാകാശ യാത്രികരുടെ വേഷപ്പകർച്ച എന്നീ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. ആഗസ്റ്റ് 3 ലോക സൗഹൃദ ദിനവുമായി ബന്ധപ്പെട്ട് ഇരിട്ടി നഗരസഭയുടെ നേതൃത്വത്തിൽ സൗഹൃദം വളരട്ടെ മഹാവൃക്ഷമായി എന്നൊരു പദ്ധതി വാർഡ് കൗൺസിലർ ശ്രീമതി ശ്രീജ TV ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ശ്രീ സജീഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കുട്ടികൾ കൊണ്ടുവന്ന വൃക്ഷത്തൈകൾ പരസ്പരം കൈമാറി സൗഹൃദം പങ്കുവച്ചു. ആഗസ്റ്റ് 12 സമഗ്ര ശിക്ഷ കേരളം സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കിഡ്സ് അത്ലറ്റിക്സ് പദ്ധതി പ്രകാരം LP വിദ്യാലയങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള കായിക ഉപകരണങ്ങളടങ്ങിയ കിറ്റ് ഇരിട്ടി BRCയിൽ നിന്ന് കൈപ്പറ്റി. BRCയോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കട്ടെ. ആഗസ്റ്റ് 15 പതാക ഉയർത്തൽ, ദേശീയ പതാക നിർമ്മാണം, ഘോഷയാത്ര, വേഷപ്പകർച്ച, ഫ്ലാഷ് മോബ്, പായസ വിതരണം തുടങ്ങി വൈവിധ്യമാർന്ന പരിപാടികളോടെ 79ാം സ്വാതന്ത്ര്യദിനം സമുചിതമായി ആഘോഷിച്ചു. വിശുദ്ധമാവട്ടെ ഹൃദയം പൂവ് പൊഴിക്കട്ടെ, സോദരരാവട്ടെ തമ്മിൽ സ്നേഹം ചൊരിയട്ടെ. മൺമറഞ്ഞുപോയ സ്വാതന്ത്ര്യ സമര സേനാനികളെ അനുസ്മരിച്ചു. തുടർന്ന് രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ക്വിസ് മത്സരവും സംഘടിപ്പിച്ചു. ആഗസ്റ്റ് 18 പാദവാർഷിക പരീക്ഷ ആരംഭിച്ചു. ആഗസ്റ്റ് 26 ഈ വർഷം MLA വികസന ഫണ്ടിൽ നിന്നും സ്കൂളിന് അനുവദിച്ച ലാപ്ടോപ്പുകളുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട MLA ശ്രീ സണ്ണി ജോസഫ് അവർകൾ നിർവഹിച്ചു. ചെയർപേഴ്സൺ ശ്രീമതി K ശ്രീലത അധ്യക്ഷത വഹിച്ചു. ഈ യോഗത്തിൽ വാർഡ് കൗൺസിലർ ശ്രീമതി ശ്രീജ TV, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ഈ അവസരത്തിൽ MLAയോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തട്ടെ. ഒത്തൊരുമയുടെയും സ്നേഹത്തിൻ്റെയും ചേർത്ത് പിടിക്കലിൻ്റെയും സന്ദേശമുയർത്തിക്കൊണ്ട് ഓണാഘോഷ പരിപാടികൾ നടന്നു. റിട്ടയേർഡ് ഹെഡ് മാസ്റ്റർ ശ്രീ G മണീന്ദ്രൻ മാസ്റ്റർ ഓണാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പ്രിയ PTA പ്രസിഡന്റ് മാവേലി മന്നനായി വേഷമിട്ടത് ഏവരിലും കൗതുകമുളവാക്കി. ഓണാഘോഷത്തോടനുബന്ധിച്ച് വർണ്ണാഭമായ ഓണപ്പൂക്കളം, കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും രസകരമായ മത്സരങ്ങൾ, ഓണക്കളികൾ എന്നിവ അരങ്ങേറി. വാശിയേറിയ വടംവലി മത്സരത്തിൽ വിജയിച്ച ടീമിന് ശ്രീമതി K റീന പഴക്കുല സമ്മാനിച്ചു. മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി K ശ്രീലത, വാർഡ് കൗൺസിലർമാർ, റിട്ടയേർഡ് അധ്യാപകർ, രക്ഷിതാക്കൾ തുടങ്ങിയവർ സംബന്ധിച്ചു. കുട്ടികൾക്ക് ഓണാശംസകൾ നേർന്നു. തുടർന്ന് വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കി. പറക്കണ പൂവേ 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 കളറാവട്ടെ, ചിരി 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 ചിരിക്കണ ചുണ്ടേ 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 പവറാവട്ടെ, മുല്ല 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 മുടിമേലെ മണ്ണ പരത്തണം, മലയാള കരയിളക്കണം, വിളമ്പാനായില നിരക്കണം, ഒരുങ്ങി വാ മിനിങ്ങി വാ ഏത്
മൂട് അത്തം മൂട് ഏത് മൂട് മുക്കള മൂട് ഏത് മൂട് മുണ്ട് മൂട് ഏത് മൂട് സാരി മൂട് ഏത് മൂട് സദ്യ മൂട് ഏത് മൂട് പായസ മൂട് ഏത് മൂട് പപ്പടം മൂട് ഏത് മൂട് ഓണം മൂട്. ജനാധിപത്യത്തിൻ്റെ ബാലപാഠങ്ങൾ പകർന്നു നൽകുന്നതിനായി പൊതു തെരഞ്ഞെടുപ്പിന് സമാനമായ രീതിയിൽ പൂർണ്ണമായും കുട്ടികളുടെ നേതൃത്വത്തിൽ സ്കൂൾ പാർലമെൻറ്റ് ഇലക്ഷൻ നടന്നു. സ്കൂൾ ലീഡറായി വി ശ്രിതയെയും ഡെപ്യൂട്ടി ലീഡറായി കെ ഷാരോണിനെയും തിരഞ്ഞെടുത്തു. സെപ്റ്റംബർ 18 രണ്ടാമത്തെ PTA ജനറൽ ബോഡി യോഗവും ശേഷം പാദവാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ് PTA യോഗങ്ങളും നടന്നു. യോഗത്തിൽ ഇരിട്ടി താലൂക്ക് ആശുപത്രിയിലെ നഴ്സുമാരായ ശ്രീമതി ഷംന, തേജസ്വിനി എന്നിവരുടെ നേതൃത്വത്തിൽ മഞ്ഞപ്പിത്ത രോഗം, മൊബൈൽ ഫോൺ ഉപയോഗം, സ്ക്രീൻ ടൈം എന്നിവയുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരണ ക്ലാസും നടത്തി. സെപ്റ്റംബർ 19 സെൻറ് ജോസഫ് UP സ്കൂൾ തൊണ്ടിയിൽ വെച്ച് നടന്ന ഇരിട്ടി ഉപജില്ലാതല സ്വദേശി മെഗാ ക്വിസിൽ 4ാം ക്ലാസ്സിലെ അഗ്രജ് M. വിജയ് 1ാം സ്ഥാനം കരസ്ഥമാക്കിയത് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അഭിനന്ദനാർഹമായ നേട്ടമായി. അഗ്രജിന് എല്ലാവിധ ആശംസകളും. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ ഗാന്ധി സ്മരണ പുതുക്കുകയും സ്കൂളും പരിസരവും ശുചീകരിക്കുകയും ചെയ്തു. ഒക്ടോബർ 10 പേരാവൂരിൽ വെച്ച് നടന്ന ഇരിട്ടി ഉപജില്ലാ കായികമേളയിൽ കുട്ടികളെ പങ്കെടുപ്പിച്ചു. ഒക്ടോബർ 13, 14 തീയതികളിലായി കൊട്ടിയൂർ IJM ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന ഉപജില്ലാതല ശാസ്ത്രമേളയിൽ LPയിലും UPയിലും പരമാവധി കുട്ടികളെ പങ്കെടുപ്പിക്കുകയും മികച്ച ഗ്രേഡുകൾ നേടുകയും ചെയ്തിട്ടുണ്ട്. കുട്ടികളുടെ വായനാശീലവും അറിവും വർദ്ധിപ്പിക്കുന്നതിനായി ഒക്ടോബർ 22 മാതൃഭൂമിയും മട്ടന്നൂരിലെ ടോപ്കോ ജ്വല്ലറിയുമായി സഹകരിച്ച് നമ്മുടെ സ്കൂളിൽ മധുരം മലയാളം പദ്ധതി ആരംഭിച്ചു. വാർഡ് കൗൺസിലർ ശ്രീമതി ശ്രീജ TV പരിപാടി ഉദ്ഘാടനം ചെയ്തു. ടോപ്കോ ജ്വല്ലറി മാനേജിംഗ് ഡയറക്ടർ ശ്രീ മുനീർ TK പദ്ധതിയുടെ വിതരണോദ്ഘാടനം നടത്തി. മാതൃഭൂമിക്കും ടോപ്കോ ജ്വല്ലറിക്കും സസ്നേഹം നന്ദി അറിയിക്കുന്നു. നവംബർ 1 മുതൽ 6 വരെ പാലാ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന ജനറൽ കലോത്സവത്തിലും അറബിക് കലോത്സവത്തിലും LP UP വിഭാഗത്തിൽ ഭൂരിഭാഗം ഇനങ്ങളിലും കുട്ടികളെ പങ്കെടുപ്പിക്കുകയും മികച്ച പോയിന്റുകൾ നേടുകയും ചെയ്തു. എല്ലാ മക്കൾക്കും അഭിനന്ദനങ്ങൾ. നവംബർ 5 ഇരിട്ടി നഗരസഭയുടെ വക 17,550 രൂപയുടെ 126 ലൈബ്രറി പുസ്തകങ്ങൾ സ്കൂളിന് ലഭിച്ചു. ഇരിട്ടി നഗരസഭയ്ക്ക് പുന്നാട് LP സ്കൂളിൻ്റെ അകമഴിഞ്ഞ നന്ദി അറിയിക്കുന്നു. നവംബർ 14 ശിശുദിനത്തിൽ പ്രീ പ്രൈമറി മുതൽ 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് വൈവിധ്യവും രസകരവുമായ കായിക മത്സരങ്ങൾ നടത്തുകയും വിജയികളെ കണ്ടെത്തുകയും ചെയ്തു. നവംബർ 17 സ്റ്റാൻഡേർഡ് 1, 2 ക്ലാസുകളിലെ പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി പലഹാരമേള നടന്നു. അവിചാരിതമായി സ്കൂളിലെത്തിയ റിട്ടയേർഡ് അധ്യാപകൻ K. അഹമ്മദ് കുട്ടി മാസ്റ്റർ മേള ഉദ്ഘാടനം ചെയ്തു. 5ാം ക്ലാസ്സിൽ ഭക്ഷ്യമേളയും 3ാം ക്ലാസ്സിൽ പലഹാരമേളയും സംഘടിപ്പിക്കുകയുണ്ടായി. ഡിസംബർ 19 വിവിധ പരിപാടികളോടെ ക്രിസ്തുമസ് ആഘോഷിച്ചു. ഡിസംബർ 23 ക്രിസ്തുമസ് അവധിക്ക് സ്കൂൾ അടച്ചു. അതോടൊപ്പം കുട്ടികളുടെ വ്യക്തിത്വ വികാസവും സർഗാത്മക വളർച്ചയും ലക്ഷ്യമിട്ട് 4-5 ക്ലാസ്സിലെ കുട്ടികൾക്കായി ഒരു ദ്വിദിന സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു. കുട്ടികൾക്ക് വിജ്ഞാനവും വിനോദവും പകർന്ന ക്യാമ്പ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീ സത്യൻ സാർ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ ശ്രീ M. പ്രജീഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ PTA പ്രസിഡന്റ് ശ്രീ സജീഷ്, മദർ PTA പ്രസിഡന്റ് ശ്രീമതി ഷീന, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്തു. വിവിധ വിഷയങ്ങളിൽ വിദഗ്ധരായവരുടെ 8ഓളം സെഷനുകളിലൂടെ ക്യാമ്പ് കടന്നുപോയി. ശ്രീ VK ദിവാകരൻ മാസ്റ്ററുടെ മധുരം മലയാളം എന്ന ആദ്യ സെഷൻ കുട്ടികൾക്ക് ഏറെ ആസ്വാദ്യകരമായി. ശേഷം രാത്രി വൈബ് ക്യാമ്പ് ഫയറും സംഘടിപ്പിച്ചു. കുട്ടികളും അധ്യാപകരും എല്ലാം മറന്ന ഒരു ദിവസം സ്കൂളിൽ അന്തിയുറങ്ങിയത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത അനുഭവമായി. പിറ്റേന്ന് രാവിലെ 6:30 റിട്ടയേർഡ് അധ്യാപകൻ ശ്രീ രാജീവ് മാണിക്കോത്തിൻ്റെ നേതൃത്വത്തിൽ മോർണിംഗ് വാക്ക് വിത്ത് യോഗ നടന്നു.
ശേഷം കെ പ്രഭാകരൻ മാസ്റ്ററുടെ വർണ്ണക്കടലാസുകൾ കൊണ്ടുള്ള വരയും മുറിയും സെഷനായിരുന്നു. തുടർന്ന് ഈ വർഷം അധ്യാപക അവാർഡ് ജേതാവായ ശ്രീ സജിത്ത് മാസ്റ്ററുടെ ശാസ്ത്ര കൗതുകങ്ങൾ കാഴ്ചക്കാരിൽ കൗതുകമുളവാക്കി. ഉച്ചഭക്ഷണത്തിനു ശേഷം കുനിത്തല ഗവൺമെൻറ് LP സ്കൂൾ അധ്യാപകരായ ഷാജി മാസ്റ്റർ, രതീഷ് മാസ്റ്റർ എന്നിവരുടെ ഇഗ്നൈറ്റ് ഇംഗ്ലീഷ് സെഷനും കുട്ടികളുടെ ക്യാമ്പ് അനുഭവം പങ്കുവെക്കലുമായിരുന്നു. പുന്നാട് പൊലികയുടെ നാടൻ പാട്ടോടെ ക്യാമ്പിന് കൊട്ടിക്കലാശമായി. ഈ ക്യാമ്പ് വിജയകരമായി നടത്തുന്നതിനാവശ്യമായ സാമ്പത്തിക സഹായവും പിന്തുണയും നൽകി സഹകരിച്ച ബിജു മാസ്റ്റർ, സുരേന്ദ്രേട്ടൻ, മാഞ്ഞൂക്ക, റീനാക്കെ, പൂർവ്വ വിദ്യാർത്ഥികളായ ബെൻസിരാജ്, ഹരീഷ് ആൻഡ് ഫ്രണ്ട്സ്, അശ്വിൻ പ്രസാദ് തുടങ്ങിയവരെയൊക്കെ ഈ അവസരത്തിൽ സ്നേഹത്തോടെ ഓർക്കുന്നു. പുന്നാട് LP സ്കൂളിൻ്റെ ആത്മാർത്ഥമായ കൃതജ്ഞത അറിയിക്കുന്നു. ജനുവരി 5 ക്രിസ്തുമസ് അവധി കഴിഞ്ഞ് സ്കൂൾ തുറന്നു. ജനുവരി 6 ദേശീയ വിരവിമുക്ത ദിനവുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് വിരഗുളിക നൽകി. ഈ വർഷത്തെ പഠനയാത്രയുമായി ബന്ധപ്പെട്ട് ജനുവരി 10 വയനാട് വൈത്തിരി പാർക്ക് സന്ദർശിച്ചു. 55 കുട്ടികളും 12 PTA അംഗങ്ങളും 7 അധ്യാപകരും പഠനയാത്രയിൽ പങ്കെടുത്തു. ജനുവരി 27 സ്കൂൾ മോണിറ്ററിംഗുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട AEO ശ്രീ സത്യൻ സാർ, BPC ശ്രീ നിഷാന്ത് സാർ, ഡയറ്റ് ഫാക്കൽറ്റി ശ്രീമതി പ്രതിഭ മേഡം എന്നിവർ സ്കൂൾ സന്ദർശിക്കുകയും പഠന പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. സബ് ജില്ലാതല അൽമാഹിർ അറബിക് സ്കോളർഷിപ്പ് പരീക്ഷയിൽ 4ാം ക്ലാസ്സിലെ മുഹമ്മദ് തമീം, മുഹമ്മദ് യാസീൻ എന്നീ വിദ്യാർത്ഥികൾ അർഹരായി. ഫെബ്രുവരി 11 പ്രീ പ്രൈമറി ക്ലാസ്സിൽ ഫ്രൂട്ട്സ് ഡേ സംഘടിപ്പിച്ചു. Crunchy, red and round. Take a bite, a happy sound. ഇരിട്ടി നഗരസഭയുടെ വാർഷിക പദ്ധതിയുമായി ബന്ധപ്പെട്ട് പരിസ്ഥിതി സൗഹൃദപരമായ മാലിന്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ട് സ്കൂളുകൾക്ക് നൽകി വരുന്ന പെൻ ബോക്സ് ലഭിക്കുകയുണ്ടായി. അതിൻ്റെ ഉദ്ഘാടനം വാർഡ് കൗൺസിലർ ശ്രീ M പ്രജീഷ് നിർവഹിച്ചു. ഫെബ്രുവരി 26 നടന്ന LSS പരീക്ഷയിൽ 4ാം ക്ലാസ്സിലെ 9 കുട്ടികൾ പങ്കെടുത്തു. സ്കൂൾ തുടക്കം മുതൽ തന്നെ ക്ലാസ് ടീച്ചർ ശ്രീമതി റാഷിദ ടീച്ചറുടെ നേതൃത്വത്തിൽ ഓൺലൈനായും ഓഫ്ലൈനായും കൃത്യമായ പരിശീലനം നൽകിയിട്ടുണ്ട്. കൂടാതെ ജയ ടീച്ചർ, അഞ്ജന ടീച്ചർ, കിരൺ മാസ്റ്റർ എന്നിവരുടെ സഹായവും ലഭ്യമായിട്ടുണ്ട്. എല്ലാവർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ. പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾ പ്രാഥമിക വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യഘട്ടം വിജയകരമായി പൂർത്തിയാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ മാർച്ച് 5 കോൺവൊക്കേഷൻ സെറിമണി നടത്തി. മാനേജർ പ്രതിനിധി ശ്രീമതി റീനാക്കെ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷനിൽ നമ്മുടെ LKG UKG വിദ്യാർത്ഥികൾ മികച്ച വിജയം കൈവരിച്ചിട്ടുണ്ട്. എല്ലാ മക്കൾക്കും അഭിനന്ദനങ്ങൾ. Rainy day on a rainy day on a rainy day. What fun to go out on a rainy day. കുട്ടികളുടെ സഭാകമ്പം ഇല്ലാതാക്കാനും നേതൃത്വ പാഠവും വർദ്ധിപ്പിക്കുവാനുമായി ആഴ്ചകൾ തോറും മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, ഗണിതം, അറബി എന്നിങ്ങനെ വ്യത്യസ്ത ഭാഷാ അസംബ്ലികൾ നടന്നുവരുന്നു. മാർച്ച് 16 കുട്ടികളുടെ പൊതുവിജ്ഞാനവും ഇംഗ്ലീഷ് വൊക്കാബുലറിയും വർദ്ധിപ്പിക്കാനായി നടന്നുവരുന്ന ഒരു ദിനം ഒരറിവ്, വൺ ഡേ വൺ വേർഡ് എന്നിവയുമായി ബന്ധപ്പെട്ട മെഗാ ക്വിസ് നടന്നു വിജയികളെ കണ്ടെത്തി. മാർച്ച് 17 ഓരോ ക്ലാസ്സിലും പഠനത്തിൽ ഏറ്റവും മികച്ച നിലവാരം പുലർത്തുന്ന വിദ്യാർത്ഥികളെ കണ്ടെത്താനായി ടാലന്റ് എക്സാം നടന്നു. സ്നേഹവും ഐക്യവും കരുതലും പങ്കിടാനുള്ള നമ്മുടെ ഒരു എളിയ ശ്രമത്തിൻ്റെ ഭാഗമായി മാർച്ച് 19 ഒരു ഇഫ്താർ കിറ്റ് വിതരണം സംഘടിപ്പിച്ചു. ശ്രീ സലാം ഉസ്താദ് പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. PTA പ്രസിഡന്റ് ശ്രീ സജീഷ്, മാനേജ്മെന്റ് പ്രതിനിധി ശ്രീമതി റീന എന്നിവരും സംബന്ധിച്ചു. സർക്കാർ സഹായങ്ങളായ സൗജന്യ പാഠപുസ്തകം, യൂണിഫോം, ഉച്ചഭക്ഷണം, സ്പെഷ്യൽ അരി എന്നിവ യഥാസമയം ലഭിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അർഹതപ്പെട്ടവർക്കെല്ലാം സ്കോളർഷിപ്പിനുള്ള അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. വർഷങ്ങളായി അഞ്ജിത എൻഡോമെൻറ്റും ശ്രീധരൻ മാസ്റ്റർ എൻഡോമെൻറ്റും നൽകി വരുന്നുണ്ട്. പരിമിതമായ സൗകര്യത്തിൽ
സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്താനും ആകർഷകമാക്കാനും മാനേജ്മെൻറ്റ് പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. സ്കൂളിൻ്റെ മുൻവശത്തുള്ള തോട് ഭൂരിഭാഗവും സ്ലാബിട്ട് സുരക്ഷിതമാക്കിയിട്ടുണ്ട്. സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അതീവ ശ്രദ്ധ പുലർത്തുകയും ആവശ്യമായ സഹായം നൽകുകയും ചെയ്തു വരുന്ന മാനേജ്മെൻറ്റിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ. ഏതൊരു വിദ്യാലയത്തിൻ്റെയും സമഗ്ര വളർച്ചയ്ക്ക് PTA കമ്മിറ്റിയുടെ പങ്ക് ഏറെ പ്രധാനപ്പെട്ടതാണ്. PTA പ്രസിഡന്റ് ശ്രീ സജീഷിൻ്റെയും മദർ PTA പ്രസിഡന്റ് ശ്രീമതി ഷീനയുടെയും നേതൃത്വത്തിലുള്ള PTA കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണ്. ഈ അവസരത്തിൽ കമ്മിറ്റിയോടുള്ള അഗൈതവമായ നന്ദി അറിയിക്കട്ടെ. മാതൃസ്നേഹത്തിൻ്റെ മാധുര്യത്തോടെ വർഷങ്ങളായി സ്കൂളിൽ നിന്ന് ഉച്ചഭക്ഷണം തയ്യാറാക്കി വരുന്ന നളിനിയേച്ചിയെ എത്ര പ്രശംസിച്ചാലും മതിവരില്ല. ഒപ്പം സഹായിയായി പ്രവർത്തിച്ചു വരുന്ന ശ്രീമതി പ്രസീതയെയും ഓർക്കുന്നു. ഇരുവർക്കും സ്നേഹാദരങ്ങൾ. വളരെ ഉത്തരവാദിത്വത്തോടെ നിത്യവും കുട്ടികളെ സുരക്ഷിതമായി വിദ്യാലയത്തിലേക്കും തിരികെ വീട്ടിലേക്കും എത്തിക്കുന്ന സ്കൂൾ വാഹനത്തിൻ്റെ ഡ്രൈവർ ശ്രീ സനോജിനെയും സ്നേഹപൂർവ്വം സ്മരിക്കുന്നു. നമ്മുടെ ഉച്ചഭക്ഷണത്തിനാവശ്യമായ പച്ചക്കറികളും മറ്റു സാധനങ്ങളും നിത്യവും സ്കൂളിൽ എത്തിച്ചു നൽകുന്ന പ്രിയപ്പെട്ട അജീഷിനെയും ഈ അവസരത്തിൽ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. കൂടാതെ സ്കൂളിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളിലും പുരോഗതിക്കും എനിക്ക് എല്ലാ പിന്തുണയും സ്നേഹവും നൽകി കൂടെ നിന്ന പ്രീ പ്രൈമറി ഉൾപ്പെടെയുള്ള എല്ലാ അധ്യാപക സുഹൃത്തുക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുകയാണ്. நாங்க பைக் எடுத்து ரைட் அடிப்போம், ரைடுல ரைட் கையில வானத்தை பிடிப்போம், தோழனுக்கு தோல் கொடுப்போம், தொல்ல வந்தா லேட் பார்ட்டில முடிப்போம், பாடுவனா போடுவனா வெயிட் ஆஃப் ஃபைட் ஒன் பஞ்சில கெளிப்போம், ஆடுவனா ஓடுவனா அட்டில டைட் கானா வைப்ல மறந்துப்போம், வைப்ல மறந்துப்போம். 2025-26 വർഷത്തെ പാഠ്യേതര പ്രവർത്തനങ്ങളുടെ സംക്ഷിപ്ത രൂപമാണ് ഇവിടെ അവതരിപ്പിച്ചത്. സമയപരിമിതി മൂലം ഇതിൽ ഉൾപ്പെടുത്താൻ കഴിയാതെ പോയ ധാരാളം കാര്യങ്ങളുണ്ട്. PTA, മാനേജ്മെൻറ്റ്, അധ്യാപകർ, രക്ഷിതാക്കൾ, പൂർവ്വ അധ്യാപകർ, പൂർവ്വ വിദ്യാർത്ഥികൾ, നാട്ടുകാർ, അഭ്യുദയകാംക്ഷികൾ തുടങ്ങിയവരിൽ നിന്നൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പിന്തുണയും സഹകരണവും വിലമതിക്കാനാവാത്തതാണ്. ഈ യാത്രയിൽ നമ്മെ കൈപിടിച്ചു നടത്തിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് നമ്മുടെ വിദ്യാലയത്തിന് ഭാവിയിൽ കൂടുതൽ ഉയരങ്ങളിലെത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് പൊതുജന സമക്ഷം സാദരം സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.